അഡ്വക്കേറ്റ് അബിൻ വർക്കി, എം.ആർ. അജിത് കുമാർ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കൂടിയായിരുന്നു. വലിയ പ്രതിഷേധം നിങ്ങൾ മുന്നോട്ട് വെച്ചു. നാളെ സഭ സമ്മേളിക്കുകയാണ്, വലിയ പ്രതിഷേധങ്ങൾക്ക് വേദിയാവുകയും ചെയ്യും എന്നിരിക്കെ ഇന്ന് ഈ വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം എം.ആർ. അജിത് കുമാറിന് ഇനി ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP സ്ഥാനത്ത് തുടരാൻ കഴിയില്ല എന്ന തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇതിപ്പോ എന്തിനാണ് മാറ്റിയത് എന്നുള്ളത് ഇതേവരെ നമുക്കാർക്കും വ്യക്തമായിട്ടില്ലല്ലോ. കാരണം ഒരു ADGP ലോ ആൻഡ് ഓർഡറിന് ഫിക്സഡ് ടെന്യൂർ ഇല്ല എന്നുള്ളത് നമുക്കറിയാം. ഒരു ADGP ലോ ആൻഡ് ഓർഡർ കുറെ കാലമായിട്ട് അവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് ഒരു സ്വാഭാവിക മാറ്റം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇത് വലിയ ഒരു നടപടി എന്നുള്ള നിലയ്ക്ക് സർക്കാർ എടുത്തായിട്ടൊന്നും നമ്മളാരും കരുതുന്നില്ല. കാരണം എം.ആർ. അജിത് കുമാറിനെതിരെ വന്ന ആരോപണങ്ങൾ അത് RSS ബന്ധം മാത്രമൊന്നും അല്ലല്ലോ. സ്വർണ്ണക്കള്ളക്കടത്തുണ്ട്, കൊലപാതക കേസുണ്ട്, അതുപോലെ അനവധി ആരോപണങ്ങൾ എം.ആർ. അജിത് കുമാറിനെതിരെ ഉണ്ട്. അത് മാത്രമല്ല, പൂരം കളിക്കിയതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളെല്ലാം കഴിഞ്ഞ ഒരു മാസമായി അല്ലെങ്കിൽ 1.5 മാസമായി ഇടതുപക്ഷം തന്നെ ഉന്നയിക്കുമ്പോൾ ഇദ്ദേഹം തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി തുടരുകയായിരുന്നു. ഇന്നിപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, ആ റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടാകുമെന്നൊക്കെ CPIക്ക് ഉറപ്പ് കൊടുത്തായി നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞിരുന്നു. പക്ഷെ എന്താണ് ഈ റിപ്പോർട്ടിലെ നടപടി? എന്താണ് ഈ റിപ്പോർട്ടിൽ? അപ്പോൾ ഇദ്ദേഹം കുറ്റക്കാരനായിട്ടാണോ കാണുന്നത്? അപ്പൊ പൂരം കലക്കിയത് എം.ആർ. അജിത് കുമാർ ആണെന്ന് ഇവിടെ സർക്കാർ ഇവിടെ സമ്മതിക്കുന്നതിന് തുല്യമായിട്ടാണോ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അഡ്വക്കേറ്റ് അബിൻ വർക്കി, ഇത് RSS നേതാക്കളുമായുള്ള സന്ദർശനത്തിന്റെ പേരിലാണ് ഈ പറയുന്ന തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് RSS നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന്റെ അവസാനത്തെ നടപടി എന്നോണമാണ് പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് എം.ആർ. അജിത് കുമാർ കുറ്റക്കാരനാണ് എന്ന് പറയുമ്പോൾ RSS നേതാക്കന്മാരുമായി സംസാരിച്ച് പൂരം കലക്കി എന്ന VS സുനിൽകുമാറിന്റെ അടക്കമുള്ള ആരോപണങ്ങൾ സർക്കാർ ശരിവെക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. കുറച്ചു മുമ്പ് ശ്രീ VS സുനിൽകുമാർ സംസാരിച്ചപ്പോൾ ആ ചോദ്യം ഞാൻ ഉന്നയിച്ചിരുന്നു അഡ്വക്കേറ്റ് അബിൻ വർക്കി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്, റിപ്പോർട്ട് വരേണ്ടതുണ്ട്, അതിനെയും CPI ഉറ്റുനോക്കുകയാണ് എന്ന തരത്തിലാണ് അദ്ദേഹവും പ്രതികരിച്ചത്. എന്തായാലും വളരെയധികം നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ